നമ്മുടെ നാലാമത്തെ സെക്ഷനാണ് ഈ തേർഡ് മൊഡ്യൂളിൻ്റെ കോഷി റീമാൻ ഇക്വേഷൻ ആൻഡ് ലാപ്ലേസ് ഇക്വേഷനാണ്. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കോഷി റീമാൻ ഇക്വേഷൻ എന്നത്. അപ്പം ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവാനുള്ള ഒരു ഈഫ് ആൻഡ് ഒൺലി ഈഫ് കണ്ടീഷനാണ് ഈ കോഷി റീമാൻ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് പറയും. ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് രണ്ട് തീറമായിട്ട് ഇവിടെ തന്നേക്കുന്നത്. നിങ്ങൾ തീറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഈ സിലബസിൽ പ്രൂഫ് ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സ്റ്റേറ്റ് കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അത് ആ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൃത്യമായിട്ട് എഴുതിയെങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം എഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഇസഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ എഫ് ഇസഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് അതായത് റിയൽ പാർട്ടിനെ നമ്മൾ എഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഇസഡ് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പം എഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും. അതിൽ റിയൽ പാർട്ടിനെ നമ്മൾ യു എന്നും ഇമാജിനറി പാർട്ടിനെ നമ്മൾ വി എന്നും വിളിച്ചാൽ എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നും അങ്ങനെ വിചാരിക്കും. അപ്പം എഫ് ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് defined and continuous in some neighborhood of z and differentiable at z ആണെങ്കിൽ then at that point the first order partial derivatives u and v exist and satisfies Cauchy-Riemann equation. ഈ ഇക്വേഷനെയാണ് നമ്മൾ Cauchy-Riemann equation എന്ന് പറയുന്നത്. യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി. യു എക്സ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് ആണ്. യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആകുമ്പോൾ യു എക്സ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് ആണ്. വി വൈ എന്ന് പറയുന്നത് ഡോ വി, ഇത് വി ആണ്, ഡോ വി ബൈ ഡോ വൈ. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. എന്നിട്ട് യു വൈ എന്ന് പറയുമ്പോൾ ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് പറയുന്നത് മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്ന എഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ്, ഡിഫൈൻഡ് ഇൻ സം നെയ്ബർഹുഡ് ഓഫ് ഇസഡും ആണ്, ഡിഫറൻഷ്യബിൾ ആയിട്ട് ഇസഡും ആണ് എങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ എഫ് ഇസഡ് ഇസഡ് എന്നുള്ള പോയിന്റിലും അതിൻ്റെ നെയ്ബർഹുഡിലും ഡിഫൈൻഡും ഇസഡിൽ ഡിഫറൻഷ്യബിളും ആണ് എങ്കിൽ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. Cauchy-Riemann ഇക്വേഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പം എഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ ആകുമ്പോൾ നമ്മൾ അനലിറ്റിസിറ്റി നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടതാണ്. എഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മൾ അത് അനലിറ്റിക് ആണെന്ന് പറയും. അപ്പോൾ എഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഫ് ഇസഡ് അനലിറ്റിക് ഇൻ എ ഡൊമൈൻ ആണ് എങ്കിൽ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുകയും അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. എഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് അനലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്താൽ മതി, അതിൻ്റെ റിയൽ പാർട്ടിനെ യു എന്നും ഇമാജിനറി പാർട്ടിനെ നമ്മൾ വി എന്നും എടുത്താൽ യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾ ഓർക്കേണ്ട കാര്യം യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഏതൊറക്കത്തിൽ ചോദിച്ചാലും ഈ ഇക്വേഷൻ കാണാതെ അറിഞ്ഞിരിക്കണം. അപ്പം നമുക്ക് യു എക്സ് ഈക്വൽ ടു വി വൈ, യുവിൻ്റെ എക്സ് വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ് ഈക്വൽ ടു വിയുടെ വൈ വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ്. യുവിൻ്റെ വൈ വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ് ആകുമ്പം നെഗറ്റീവ് ഓഫ് വിയുടെ എക്സ് വെച്ചിട്ടുള്ള ഡെറിവേറ്റീവ്. ഇത് അങ്ങോട്ട് എക്സും വൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുവാണ്. യു വൈ വരുമ്പോൾ നെഗറ്റീവ് വരും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം എഫ് ഇസഡ് Cauchy-Riemann ഇക്വേഷൻ പറയുന്നത് അല്ലെങ്കിൽ തിയറം പറയുന്നത് എഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസഡ് ആണെങ്കിൽ ആ ഇസഡ് എന്നുള്ള പോയിന്റിൽ ഈ കണ്ടീഷൻ Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ അത് ഇസഡ് ഡിഫറൻഷ്യബിൾ ആകുമ്പോൾ അനലിറ്റിക്. അപ്പോൾ ഒരു ഡൊമൈനിൽ മൊത്തം എഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ എഫ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ്സ് ഈ എഫ് ഇസഡിൻ്റെ ആ കോയിഫിഷ്യൻ്റുകൾ യു എക്സും യുവും വിയും എന്ന് പറയുന്ന എഫ് ഇസഡിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമാണല്ലോ. അപ്പോൾ അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഈ കണ്ടീഷനെയാണ് നമ്മൾ Cauchy-Riemann ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ Cauchy-Riemann ഇക്വേഷൻ തിയറം 1ഉം 2ഉം കൂടെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് റിമാർക്കായിട്ട് തന്നേക്കുന്നത്. റഫ്ലി സ്പീക്കിംഗ് ഈ Cauchy-Riemann രണ്ടും തിയറം 1ഉം തിയറം 2ഉം Cauchy-Riemann ഇക്വേഷനാണ്. ആദ്യത്തെ തിയറത്തിൽ പറയുന്നത് എന്താണ്, ഈ കണ്ടീഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്. രണ്ടാമത്തെ തിയറം പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യബിൾ ആണെന്നാണ് രണ്ടാമത്തെ തിയറം. ഇഫ് ടു റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, ഈ കണ്ടീഷൻ യുവും വിയും അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസും ആണ് ആൻഡ് സാറ്റിസ്ഫൈ Cauchy-Riemann ഇക്വേഷൻ ആണെങ്കിൽ യു പ്ലസ് ഐ വി എന്ന് പറയുന്ന അനലിറ്റിക് ഇൻ ഡി ഐ. യുവും വിയും ഈ Cauchy-Riemann ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നുള്ളത് അനലിറ്റിക് ആയിരിക്കും എന്നുള്ളതാണ് തിയറം 2 പറയുന്നത്. അപ്പോൾ തിയറം 1ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താ, തിയറം 1 പറയുന്ന എഫ് ഇസഡ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസഡ് അല്ലെങ്കിൽ എഫ് ഇസഡ് ഈസ് അനലിറ്റിക് അറ്റ് ഇസഡ് ആണ് എങ്കിൽ ഈ Cauchy-Riemann ഇക്വേഷൻ യുവും വിയും സാറ്റിസ്ഫൈ ചെയ്യും. അനലിറ്റിക് ആണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട് എന്നാണ് തിയറം 1 പറഞ്ഞത്.
തിയറം 2 പറയുന്നത് എന്താണ്? യുവും വിയുടെയും ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുകൊണ്ട് കണ്ടിന്യൂസും ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസും ആണ്, ആൻഡ് യു എക്സ് ഈക്വൽ ടു യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ആയിരിക്കും. അപ്പം അതൊരു ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷൻ അല്ലേ? എഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ആണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്. എഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ആണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്. ഇനി ഈ എഫ് ഇസഡ് യുവും വിയും കണ്ടിന്യൂസ്, അതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും ആണ്, എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ട്. യു എക്സ് ഈക്വൽ ടു വി വൈ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ, ആ കോഷി റീമാൻ ഇക്വേഷൻ യുവും വിയും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക് ആണ്. അപ്പോൾ അത് ഈഫ് ആൻഡ് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. തിയറം 1ഉം തിയറം 2ഉം കൂടെ കമ്പൈൻ ചെയ്താൽ ഇതൊരു ഈഫ് ആൻഡ് ഓൺലി ഈഫ് കണ്ടീഷനായിട്ട് മാറും. അവിടെ നമ്മൾ എന്താണ് പറയുന്നത്? എഫ് ഇസഡ് ഈസ് അനലിറ്റിക് ഈഫ് ആൻഡ് ഓൺലി ഈഫ് ഇറ്റ് സാറ്റിസ്ഫൈ കോഷി റീമാൻ ഇക്വേഷൻ. അതാണ് നോട്ട് റിമാർക്കായിട്ട് തന്നേക്കുന്നത്. റഫ്ലി എഫ് ഈസ് അനലിറ്റിക് ഇൻ എ ഡൊമൈൻ ഡി. അത് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി എന്നുള്ളതേ ഉള്ളൂ. ഈഫ് ആൻഡ് ഓൺലി ഈഫ് ദ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് യു ആൻഡ് വി സാറ്റിസ്ഫൈസ് ദ കോഷി റീമാൻ ഇക്വേഷൻ എവരിവെയർ ഇൻ ഡി. അപ്പോൾ ഒരു ഡൊമൈനിൽ എഫ് ഇസഡ് അനലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? എഫ് ഇസഡ് അനലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ യു എക്സ് ഈക്വൽ ടു വി വൈ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നുള്ള കണ്ടീഷൻ യുവും വിയും സാറ്റിസ്ഫൈ ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എഫ് ഇസഡ് അനലിറ്റിക് ആണ്. എഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് തിയറം 1ഉം 2ൽ നിന്ന്. അപ്പം നമ്മൾ വളരെ ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്ത് തിയറി ഇത് പഠിക്കണം എങ്കിൽ പോലും നമുക്ക് കണ്ടിന്യൂസ് എന്നുള്ള വാക്കുകൾ ഓർത്തോണം. എഫ് ഇസഡ് അനലിറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ യുവിൻ്റെയും വിയുടെയും ഡെറിവേറ്റീവ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസും ആയിരിക്കണം. ആ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും ആണ് എങ്കിൽ നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ എഫ് ഇസഡ് അനലിറ്റിക് ആണെന്ന് പറയും. എഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ യുവിൻ്റെയും വിയുടെയും ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസും ആയിരിക്കും കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. അപ്പം വളരെ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? എഫ് ഇസഡ് ഈസ് അനലിറ്റിക് ഈഫ് ആൻഡ് ഓൺലി എഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക് ഈഫ് ആൻഡ് ഓൺലി ഈഫ് u and v have first order continuous first order derivatives continuous and ux equal to vy and uy equal to minus vx. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ അനലിറ്റിക് ആണ്. അനലിറ്റിക് ആണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്. ഇതാണ് പറയുന്നത്. ഇനി അനലിറ്റിക് ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ ആണ് ഇവിടെ തന്നെ ഈ ഫോമിലേയും കാണാതെ ഓർത്തിരിക്കേണ്ടതാണ്. എഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യു എക്സും യു വൈയും വി എക്സും വി വൈകളും എല്ലാം കണ്ടുപിടിച്ചിട്ട് യു എക്സ് ഈക്വൽ ടു വി വൈ ആണോ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണോ എന്ന് നമുക്കത് പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് അനലിറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. യു എക്സ് യു വൈ വി എക്സ് വി വൈ അത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ അതിന് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കും. കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അനലിറ്റിക് ആണെന്ന് പറയും. അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ്. അപ്പോൾ നമ്മൾ വെറുതെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ യു എക്സും വി എക്സും വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതാൻ പറ്റും. എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് യു എക്സ് പ്ലസ് ഐ വി എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കതിനെ മൈനസ് ഐ യു വൈ പ്ലസ് വി ഐ, അത് യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണല്ലോ. അപ്പോൾ യു എക്സിന് പകരം നമുക്ക് വി വൈയും യു വൈക്ക് പകരം മൈനസ് വി എക്സ്, അപ്പോൾ വി എക്സിന് പകരം മൈനസ് യു വൈയും സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഈ ഫോമുല പഠിച്ചാൽ മതി. അതിന് പകരം നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ്റെ അകത്ത് യു എക്സിനും വി എക്സിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം കിട്ടുന്നതാണ് ഇത്. അപ്പം എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്ന് എടുക്കാം. ഈ ഫോമുല ഓർത്ത്, ഈ ഫോമുല ഉണ്ടെങ്കിൽ ഈ ഫോമുല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ്. യു എക്സിന് പകരം വി വൈ, വി എക്സിന് പകരം മൈനസ് യു വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഈ ഫോമുല കിട്ടും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എഫ് ഇസഡ് ഈസ് അനലിറ്റിക് ഈഫ് ആൻഡ് ഓൺലി എഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ആദ്യത്തെ പോയിന്റ് അതാണ്. എഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക് ഈഫ് ആൻഡ് ഓൺലി ഇഫ്. രണ്ട് സൈഡ് അനലിറ്റിക് ആണെങ്കിൽ ഇതുണ്ട്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് of u and v are continuous
ആൻഡ് സാറ്റിസ്ഫൈ യു എക്സ് ഈക്വൽ ടു വി വൈ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതിനെയാണ് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ ഈ കണ്ടീഷൻ ഉണ്ട്, ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എഫ് ഇസഡ് അനലിറ്റിക് ആണ്. ഇനി എഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്ന് പറയാം. ഇനി യു എക്സിന് നമ്മൾ വി വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ വി എക്സിന് പകരം നമുക്ക് മൈനസ് ഐ യു വൈ എന്ന് പറയാം. അപ്പോൾ ആദ്യം യുവിൻ്റെ ടേം എഴുതി എന്നുള്ളതേ ഉള്ളൂ നോട്ടിനകത്ത്. അപ്പോൾ യു എക്സ് പ്ലസ് ഐ വി എക്സ് അല്ലെങ്കിൽ വി വൈ മൈനസ് ഐ യു വൈ, ഇതാണ് നമുക്ക് മെയിനായിട്ട് ഓർക്കേണ്ട കാര്യം. ഇപ്പോൾ കോഷി റീമാൻ ഇക്വേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതാണ് കോഷി റീമാൻ ഇക്വേഷൻ. അതുണ്ടെങ്കിൽ എഫ് ഇസഡ് അനലിറ്റിക് ആണെന്ന് പറയാം. എഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അനലിറ്റിക് ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ യു എക്സ് പ്ലസ് ഐ വി എക്സ് ആയിരിക്കും. ഇനിയുള്ളത് പോളാർ ഫോമിൽ നമ്മൾ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഫോമിൽ എഴുതുമ്പോഴാണ് നമ്മൾ എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഫോമിൽ എഴുതിയപ്പോഴാണ് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻ യു എക്സ് ഈക്വൽ ടു വി വൈ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എഴുതുക. അതിന് പകരം നമ്മളതിനെ പോളാർ ഫോം എഫ് ഇസഡിന് ഇസഡ് ഇസ് ഈക്വൽ നമ്മൾ മറ്റോടത്ത് ഇസഡ് എക്സ് പ്ലസ് ഐ വൈ എഫ് ഇസഡ് യു പ്ലസ് ഐ വി എന്ന് എടുത്തു. ഇവിടെ നമ്മൾ പോളാർ ഫോം ആണെങ്കിൽ ഇസഡിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എടുക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എടുക്കാം. അപ്പോൾ എഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? യു ഓഫ് ആർ എഫ് ഇസഡ് നമ്മൾ യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് തീറ്റ. കാരണം ഇസഡ് ആർ ആൻഡ് തീറ്റയുടെ ഇതാണെങ്കിൽ എഫ് ഇസഡും ആറിൻ്റെയും തീറ്റയുടെയും ടേംസിലായി. അപ്പോൾ അതിന് നമ്മൾ യു ആർ തീറ്റ ഐ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് തീറ്റ ഫോമിൽ. അതായത് എഫ് ഇസഡിൻ്റെ റിയൽ പാർട്ട് യുവും ഇമാജിനറി പാർട്ട് വി യു ആണെങ്കിൽ ഇൻ ടേംസ് ഓഫ് പോളാർ കോർഡിനേറ്റ്സിലാണ് പറയുന്നതെങ്കിൽ എഫ് ഇസഡ് ഇൻ ടേംസ് ഓഫ് പോളാർ കോർഡിനേറ്റ്സ് ആണെങ്കിൽ അവിടെ ആ അനലിറ്റിസിറ്റിക്ക് വേണ്ടിയുള്ള കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? യു ആർ ഇസ് ഈക്വൽ ടു 1/r വി തീറ്റ ആൻഡ് വി ആർ ഇസ് ഈക്വൽ ടു മൈനസ് 1/r യു തീറ്റ. അപ്പോൾ യു ആർ എന്ന് പറയുന്നത് 1/r ഇൻറ്റു വി തീറ്റയും യു ആറും വി തീറ്റയും കൂടെ. യു ആർ ഈക്വൽ ടു 1/r വി തീറ്റ ആൻഡ് വി ആർ ഇസ് ഈക്വൽ ടു മൈനസ് 1/r യു തീറ്റയും ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അത് അനലിറ്റിക് ആണ് പറയുക. പോളാർ ഫോമിലാണ് പറയുന്നതെങ്കിൽ എഫ് ഇസഡിൻ്റെ പോളാർ ഫോമിൻ്റെ അകത്തെ റിയൽ പാർട്ടിനെ യു എന്നും ഇമാജിനറി പാർട്ടിനെ നമ്മൾ വി എന്നും വിളിച്ചാൽ യു ആർ ഈക്വൽ ടു 1/r വി തീറ്റയും വി ആർ ഈക്വൽ ടു മൈനസ് 1/r യു തീറ്റയും വരുവാണെങ്കിൽ നമുക്ക് എഫ് ഇസഡ് അനലിറ്റിക് ആണ് പറയാൻ പറ്റും. ഇനി നമുക്കുള്ളത് ലാപ്ലേസ് ഇക്വേഷനും ഹാർമോണിക് ഫംഗ്ഷൻ. തിയറി മൊത്തം ആദ്യം പറഞ്ഞ ഈ സെക്ഷൻ്റെ തിയറി ഇത്രേ ഉള്ളൂ, ഇതും കൂടി ഉള്ളൂ. അപ്പോൾ അതങ്ങ് പറഞ്ഞിട്ട് പ്രോബ്ലത്തിലോട്ട് അടുത്ത ദിവസം കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലാപ്ലേസ് ഇക്വേഷനും ഹാർമോണിക് ഫംഗ്ഷൻ എന്നുള്ളതാണ് ഹെഡിങ് വരുന്നത്. ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ എഫ് ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് എക്സ് ആൻഡ് വൈ ആണെങ്കിൽ ഡെൽറ്റ സ്ക്വയർ എഫ് ഇസ് ഈക്വൽ ടു എഫ് എക്സ് എക്സ് പ്ലസ് എഫ് വൈ വൈ. ഇതിനെയാണ് നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ ഈക്വൽ ടു 0. അതിനെയാണ് നമ്മൾ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയുന്നത് എഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക്, അതൊരു തിയറിയാണ്. ലാപ്ലേസ് ഇക്വേഷൻ്റെ തിയറം ഇതൊരു തിയറമാണ്. എഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളതാണ് തിയറി. അപ്പം എഫ് ഇസഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി എന്നുള്ളൊരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ് എങ്കിൽ യുവും വിയും എഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നുള്ള ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എഫ് ഇസഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നുള്ളൊരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ യു കമ്പോണൻറ്റും വി കമ്പോണൻറ്റ് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താ? ഡെൽറ്റ സ്ക്വയർ യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഡെൽറ്റ സ്ക്വയർ യു എന്ന് പറയുന്നത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ. അതിൻ്റെ യുവിൻ്റെ എക്സ് വെച്ചിട്ടുള്ള സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും വൈ വെച്ചിട്ടുള്ള സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും കൂടെ സം ചെയ്യുമ്പം 0 ആയിരിക്കും. യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0. അതുപോലെ തന്നെ വിയുടെ ആണെങ്കിലും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് രണ്ടും കൂടെ സം ചെയ്യുമ്പം 0 ആയിരിക്കും. വി എക്സ് എക്സ് പ്ലസ് വി വൈ വൈ ഈക്വൽ ടു 0. അപ്പം എഫ് ഇസഡ് അനലിറ്റിക് ആണെങ്കിൽ അത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും ആയിരിക്കും. അപ്പം അതാണ് തിയറി പറയുന്നത്. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എഫ് ഇസഡ് അനലിറ്റിക് ഇൻ എ ഡൊമെയിൻ ഡി ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ലാപ്ലേസ് ഇക്വേഷൻ ഈ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുന്ന ഇതാണ്. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും ആയിരിക്കും. അപ്പം ലാപ്ലേസ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ ഹാവിങ് കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ
പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലാപ്ലേസ് ഇക്വേഷൻ്റെ സൊല്യൂഷനുകളെയാണ് നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പഠിക്കുന്ന ആ തിയറി പൊട്ടൻഷ്യൽ തിയറി ഫിസിക്സിലൊക്കെ ഉള്ളതാണ്. അതിനെ പൊട്ടൻഷ്യൽ തിയറി എന്നാണ്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട. നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കുകയും ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ അതിൻ്റെ സൊല്യൂഷൻ സൊല്യൂഷൻസ് ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ ഹാവിങ് കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് അങ്ങനെയുള്ളതിന് നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ സ്ക്വയർ ഈക്വൽ ടു യു എക്സ് എസ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് യു എക്സ് എസ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് യു കിട്ടുമല്ലോ. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യു കിട്ടും. ആ യു എന്ന് പറയുന്നപ്പോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഈ ലാപ്ലേസ് ഇക്വേഷൻ്റെ സൊല്യൂഷനുകൾ ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസും ആണെങ്കിൽ എഫിസർ അനലിറ്റിക് ആണെങ്കിൽ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയുള്ള ഈ സൊല്യൂഷനുകളെ നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എഫിസർ അനലിറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഈ യുവും വിയും ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും ചെയ്യും, അതിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? യുവും വിയും ഹാർമോണിക്കാന്ന് പറയാൻ മേല. അതായത് ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഹാർമോണിക് ആയിരിക്കും. അതാണ് നോട്ടിൽ തന്നിരിക്കുന്ന സൊല്യൂഷൻസ് ഓഫ് ലാപ്ലേസ് ഇക്വേഷൻ ഹാവിങ് കണ്ടിന്യൂസ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ കോൾഡ് ഹാർമോണിക് ഫംഗ്ഷൻ. ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുകയും കണ്ടിന്യൂസ് ആയിട്ടുള്ളതിൻ്റെ സൊല്യൂഷനുകളെയാണ് നമ്മൾ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം എഫിസർ അനലിറ്റിക് ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയിരിക്കും, അതുപോലെ അതിൻ്റെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആ സൊല്യൂഷനുകൾ എന്താ? യുവും വി. അപ്പോൾ അത് യുവും വിയും എന്താണ്? എഫിസറിൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. അപ്പോൾ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഹാർമോണിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി തിരിച്ചു പറയുവാണ്, രണ്ട് ഹാർമോണിക് ഫംഗ്ഷനുകൾ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ട് ഹാർമോണിക് ഫംഗ്ഷൻ യുവും വിയും രണ്ട് ഹാർമോണിക് ഫംഗ്ഷൻ. യുവും വിയും രണ്ട് ഹാർമോണിക് ഫംഗ്ഷനാണ്. യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയും യു ഈസ്, അപ്പോൾ എഫ് ഇസ് ടു ഹാർമോണിക് ഫംഗ്ഷൻസ് ആൻഡ് സാറ്റിസ്ഫൈ യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു വി എക്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? യുവും വിയും ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ടാണെന്ന് നമുക്ക് പറയാമല്ലോ. അങ്ങനെ വരുമ്പം വിയെ നമ്മൾ യുവിൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് എന്നാണ് പറയുന്നത്. അതായത് യുവും വിയും രണ്ടും ഹാർമോണിക് ഫംഗ്ഷൻ. യുവും വിയും ഹാർമോണിക് ആണ്. അത് യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സും സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ യു പ്ലസ് ഐ വി എന്ന് പറയുന്നത് ഒരു അനലിറ്റിക് ഫംഗ്ഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇത് ഹാർമോണിക്കുമാണ്, ഇത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് യുവും വിയും ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ടാണ്. അതുകൊണ്ട് നമ്മൾ വി എന്ന് പറയുന്നത് വി ഈസ് ദ ഹാർമോണിക് കോഞ്ചുഗേറ്റ് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് ഹാർമോണിക് ഓഫ് യു എന്ന് പറയും. അത് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റോട് യാതൊരു ബന്ധവുമില്ല. വി ഈസ് കോൾഡ് ദി ഹാർമോണിക് കോഞ്ചുഗേറ്റ് അല്ലെങ്കിൽ കോഞ്ചുഗേറ്റ് ഹാർമോണിക് എന്നും പറയും. ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു. അതായത് യുവും വിയും രണ്ടും ഹാർമോണിക്കാണ്. അത് കോഷി റീമാൻ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം യു എന്ന് പറയുന്ന ഒരു അനലിറ്റിക് ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടും വി എന്ന് പറയുന്ന അനലിറ്റിക് ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ടും വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ വി ഈസ് കോൾഡ് ദ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ഓഫ് യു എന്ന് പറയും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ ഹാർമോണിക് കോഞ്ചുഗേറ്റ് യൂണീക്ക് ആയിരിക്കും, ഒരു കോൺസ്റ്റൻറ്റ് വ്യത്യാസം മാത്രമേ അത് കാണുകയുള്ളൂ. ഇനി ഇത് ജസ്റ്റ് ഒരു തിയറി എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക, യു എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ദ കർവ് യു ഈക്വൽ ടു കോൺസ്റ്റൻസ്, യുവിന് നമ്മൾ പല കോൺസ്റ്റൻസ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ലൈനുകൾ, യു ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ലൈനുകൾ കിട്ടും, അല്ലെങ്കിൽ ലെവൽ കർവ്സ് ഓഫ് യു. അതിന് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് എന്നാണ് പറയുന്നത്. അതൊരു ഫാമിലി ഓഫ് യുവിന് പല വാല്യൂസ്, യു ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഒരെണ്ണം കിട്ടും, യു ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ വേറൊരെണ്ണം കിട്ടും, യു ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ വേറൊന്നും കിട്ടും. അപ്പോൾ യുവിന് പല വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കുറേ ഫാമിലി ഓഫ് കർവുകൾ കിട്ടും. അതിന് നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിക്കും നമുക്ക് വീക്കും കിട്ടും. ഈ രണ്ട് ഫാമിലി വീക്കും നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കൊടുക്കും, അതിന് ഒരു ഫാമിലി ഓഫ് കർവ്സ് കിട്ടും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നത് നമ്മൾ ഓർത്തോഗണൽ, ജസ്റ്റ് ആ ഡെഫിനിഷൻ മാത്രം ഓർത്ത് ചെയ്താൽ മതി, നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ യുവിന് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊടുത്താൽ നമുക്കൊരു സെറ്റ് ഓഫ് കർവുകൾ കിട്ടും, അതിനെ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ലൈൻസ് എന്നാണ് പറയുന്നത്. ഈ ഫാമിലി ഓഫ് കർവ്സും വിയുടെ ഫാമിലി ഓഫ് കർവ്സും കൂടെ ചേർക്കുന്നതിന് നമ്മൾ ഓർത്തോഗണൽ നെറ്റ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം.